തറാവീഹ് നിസ്കാരവുമായി ബന്ധപ്പെട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിനുള്ളിൽ എന്ന് മുതലാണ് ഈ വിവാദം ഉണ്ടായിട്ടുള്ളത്? തറാവീഹ് നിസ്കാരവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലോകത്ത് തർക്കങ്ങളില്ലാത്തൊരു വിഷയമാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 ദിവസം മദീനത്തെ പള്ളിയിൽ ജമാഅത്തായി നിസ്കരിച്ചു. പിന്നീട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ് സംഘടിതമായി തറാവീഹ് നിസ്കാരം വന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് സ്വഹാബികൾ 20 റക്അത്ത് നിസ്കരിച്ചു എന്നത് സ്വഹീഹായ നിലക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 4 മദ്ഹബിലും 20-ൽ കുറഞ്ഞ ഒരു തറാവീഹ് ഇല്ല. 20 റക്അത്ത് തറാവീഹ് ഉണ്ട് എന്നത് എല്ലാവരും ഏകോപിച്ച കാര്യമാണ്. 1935 വരെ കേരളത്തിൽ വഹാബികൾക്കും എല്ലാ വിഭാഗം ആളുകൾക്കും തറാവീഹ് 20 റക്അത്ത് തന്നെയായിരുന്നു. 1935 കാലത്ത് കെ എം മൗലവിയോട് ഒരു ചോദ്യമുണ്ട്, ഒരു ഫത്വ. ആ ഫത്വയിലെ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് ഈ ആശയങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അൽ മുർഷിദിൽ വന്ന ചോദ്യം ഞാനൊന്ന് വായിക്കാം. നമ്മുടെ രാജ്യങ്ങളിൽ തറാവീഹ് നിസ്കാരം 20 റക്അത്തായിട്ടായിരുന്നല്ലോ നമസ്കരിച്ചു വന്നിരുന്നത്. ഈയിടെയായി ചിലർ 8 റക്അത്തും നമസ്കരിച്ചു വരുന്നുണ്ട്. ഇത് സംബന്ധമായി 20 തന്നെ നിസ്കരിച്ചാലേ തറാവീഹ് ആവുകയുള്ളൂ എന്നൊരു കൂട്ടരും 8 മാത്രമേ തറാവീഹ് ആവുകയുള്ളൂ എന്ന് വേറൊരു കൂട്ടരും. ഇതിനെ സംബന്ധിച്ച് എന്താണ് നിങ്ങളുടെ നിലപാട് എന്നാണ് കെ എം മൗലവിയോട് ചോദ്യം. കെ എം മൗലവി ഇതിന് പറഞ്ഞ മറുപടി തുടങ്ങുന്നത് തന്നെ തറാവീഹ് നിസ്കാരം ഇത്ര റക്അത്തായിരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആജ്ഞാപിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മറുപടി തുടങ്ങുന്നത്. മൂപ്പർ പറഞ്ഞു വെക്കുന്നത് തറാവീഹ് എത്രയും നിസ്കരിക്കാം എന്നൊരാശയം. അവിടെ ഈ ഫത്വയിൽ തന്നെ നമുക്ക് കാണാം, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലത്ത്, ഭരണകാലത്ത് തന്നെ 20 റക്അത്തും വിത്തുറും ഞങ്ങൾ നമസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് സായിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ബൈഹഖി റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇസ്നാദ് സഹീഹാണെന്ന് ഇമാം നവവി ഖുലാസയിൽ പറഞ്ഞിരിക്കുന്നതായി മുല്ലാ അലിയിൽ കാരി റഹിമഹുല്ലാ മിർഖാത്തിൽ പറയുന്നു. എന്നിട്ട് അദ്ദേഹം അവസാനം പറഞ്ഞു വെക്കുന്നത് എത്രയും നിസ്കരിക്കാന്നുള്ളൊരു രൂപമാണ്. ഇവിടെ ഈ 1935 വരെ എല്ലാ ആളുകൾക്കും 20 ആയിരുന്നു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം തറാവീഹ് നിസ്കരിച്ച സ്വഹാബികൾ അവർ 20 റക്അത്താണ് നിസ്കരിച്ചത് എന്ന് സ്വഹീഹായ നിലക്ക് സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്നും ഈ വായിച്ചതിൽ നമുക്ക് ബോധ്യപ്പെട്ടു. പിന്നീട് ചില മൗലവിമാര് 8 റക്അത്താണ് തറാവീഹ് എന്ന് വാദിക്കുകയും അല്ല 11 എന്ന് വാദിക്കുകയും ഇങ്ങനെ വിവിധ വാദങ്ങൾ കൊണ്ടുവന്നാണ് ഈ മുസ്ലിം സമൂഹത്തിൻ്റെ ഈ ഐക്യത്തെ ഇല്ലാതാക്കിയത്. അപ്പോൾ ആരായിരുന്നു ഈ 8 റക്അത്ത് എന്ന വാദത്തിന് പിന്നിലുണ്ടായിരുന്നത്? 8 റക്അത്ത് എന്ന വാദത്തിന് പിന്നിൽ പ്രധാനമായും ഉണ്ടായിരുന്നത് MCC അഹമ്മദ് മൗലവിയാണ്. MCC അഹമ്മദ് മൗലവി തറാവീഹ് നിസ്കാരത്തെക്കുറിച്ച് ഈ ഫത്വ വന്നതിന് ശേഷം, ഫത്വ വരുന്നത് 1935 നവംബറിലാണ് കെ എം മൗലവിയോട് ഈ ചോദ്യം ചോദിക്കുന്നത്. ആ സമയത്താണ് ഈ വിഷയം തുടങ്ങുന്നത്. അപ്പം അതിൻ്റെ തൊട്ട് പിറ്റേ വർഷം റമളാനിൽ 1936 റമളാനിൽ MCC അഹമ്മദ് മൗലവി വിശദമായ ഒരു ലേഖനം അൽ മുർഷിദിൽ എഴുതി. അത് തുടർലേഖനമായിട്ട് വന്നിട്ടുണ്ട്, 6-7 ലക്കങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹം അതിൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്, തറാവീഹിനെ കുറിച്ച് അൽ മുർഷിദിൽ ഒന്ന് വിസ്തരിച്ചെഴുതുവാൻ ആവശ്യപ്പെട്ട് അനേകം സ്നേഹിതന്മാർ എന്നെ അറിയിച്ചതുകൊണ്ട് നോമ്പ് മാസത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എഴുതാണ് എന്ന് പറഞ്ഞിട്ട് മർഹബം ബി സയ്യിദ് ഷുഹൂർ എന്നാണ് ആ ലേഖനത്തിൽ തുടക്കം. അങ്ങനെ അയാളും ഈ തുടക്കത്തിൽ പറയുന്നുണ്ട്,
20 റക്അത്തായിട്ടാണ് ഇവിടങ്ങളിൽ മാത്രമല്ല മിക്ക മുസ്ലിം രാജ്യങ്ങളിലും തറാവീഹ് നമസ്കാരം നിസ്കരിച്ചു വരാറ്. പറഞ്ഞാൽ ലോകത്തെല്ലായിടത്തും 20 റക്അത്താണ്. 4 മദ്ഹബിലും 20 റക്അത്തുണ്ട്. 20-ൽ കുറഞ്ഞ ഒരു തറാവീഹ് ഇല്ല എന്ന് അയാൾ എന്നെ സമ്മതിക്കുന്നുണ്ട്. എന്നിട്ട് അവസാനം അയാളും പറഞ്ഞു വെക്കുന്നത് എന്താണ്, ഈ 8 റക്അത്താണ് തറാവീഹ് എന്നതാണ് മൂപ്പർ പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ ആ കാലത്ത് തന്നെ മൗലവിമാർക്കിടയിൽ ഒരു ഏകോപനം ഉണ്ടായിരുന്നില്ല. ഈ KM മൗലവിയും MCC അഹമ്മദ് മൗലവിയും ഈ വിഷയത്തിൽ ഒരേ അഭിപ്രായമായിരുന്നില്ല. KM മൗലവിയും അതുപോലെ MCC അഹമ്മദ് മൗലവിയുടെ അനുജൻ MCC അബ്ദുറഹ്മാൻ മൗലവിയും എത്രയും നിസ്കരിക്കാന്നുള്ള ആശയക്കാരൻ. അപ്പൊ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഈ ആശയം തുടങ്ങുന്നത് 1935 ചില ഇടങ്ങളിൽ 8 റക്അത്ത് നിസ്കരിക്കാൻ തുടങ്ങിയത്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ലേഖനങ്ങളൊക്കെ വന്നത് ഈ 35, 36, 37 വർഷങ്ങളിലായിട്ടാണ്. അതിൽ തന്നെ അവരുടെ പണ്ഡിതന്മാരുടെ ഇടയിൽ ഒരു ഏകോപനമില്ല. KM മൗലവിയും അബ്ദുറഹ്മാൻ മൗലവിയും MCC അബ്ദുറഹ്മാൻ മൗലവിയും തറാവീഹ് 11 എന്നുള്ള ആശയക്കാരനാണ്. അല്ല 11 എന്നല്ല, എത്രയും നിസ്കരിക്കാന്നുള്ള ആശയക്കാരൻ. MCC അഹമ്മദ് മൗലവി ജ്യേഷ്ഠനും അനുജനുമാണ്. ജ്യേഷ്ഠനാണ് അഹമ്മദ് മൗലവി. അയാളുടെ വാദം തറാവീഹ് 8 റക്അത്താണ്. ഈ വിഷയം KM മൗലവി തന്നെ MCC അബ്ദുറഹ്മാൻ മൗലവിയുടെ സ്മരണികയിൽ വളരെ വ്യക്തമായി എഴുതുന്നുണ്ട്. തറാവീഹ് 8 പാടുള്ളൂ എന്നായിരുന്നു അഹമ്മദ് മൗലവിയുടെ വാദം. MCC അബ്ദുറഹ്മാൻ മൗലവിയുടെ ജ്യേഷ്ഠനാണ് അഹമ്മദ് മൗലവി. അബ്ദുറഹ്മാൻ മൗലവി ഇതിനെതിരായിരുന്നു. 8 മാത്രമേ നിസ്കരിക്കാവൂ എന്നില്ലെന്നും അത് സൗകര്യാനുസരണം ചെയ്യാമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ നില. എന്റെ അഭിപ്രായവും ഇത് തന്നെയായിരുന്നു എന്നാൽ KM മൗലവിയാണ് എഴുതുന്നത്. അപ്പൊ KM മൗലവിയുടെ അഭിപ്രായവും എത്രയും നിസ്കരിക്കാമെന്നായിരുന്നു. അപ്പൊ ആ കാലത്ത് ഈ വിവാദം തുടങ്ങിയപ്പം തന്നെ ഒരു ഏകീകരണ സ്വഭാവം ഉണ്ടായിട്ടില്ല. പക്ഷേ സ്വാഭാവികമായും ഇതിന്റെ പിന്തുടർച്ച ഉണ്ടായത് MCC അഹമ്മദ് മൗലവിക്കാണ്. MCC അഹമ്മദ് മൗലവിയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഏകദേശ പുതിയ കാര്യങ്ങൾക്കും തുടക്കം കുറിച്ചത്. ഈ സ്ത്രീകൾക്ക് ജുമാ ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോകണം, നിർബന്ധിച്ചു കൊണ്ടുപോകണം, ആണുങ്ങൾ പെണ്ണുങ്ങളെ അടിച്ചിറക്കണം എന്നൊക്കെ പുസ്തകം എഴുതിയത് ആരാണ്? MCC അഹമ്മദ് മൗലവിയാണ്. ഈ MCC അഹമ്മദ് മൗലവിയാണ് ഇങ്ങനത്തെ എല്ലാ വിവാദങ്ങൾക്കും തുടക്കം കുറിക്കാറുള്ളത്. ഏതായാലും ആ വാദത്തിനായിരുന്നു പിന്നീട് സ്വീകാര്യത ഉണ്ടായത്. എന്നു മാത്രമല്ല 1936 മൗലവിമാരുടെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു, അമലിയാത്ത്. അതിന്റെ തുടക്കം ഈ അമലിയാത്ത് ഫസ്റ്റ് ഇറങ്ങിയത് 1923 അത് 3 ആളുകൾ ചേർന്നിട്ടാണ് എഴുതിയത്. EK മൗലവിയും TK മൗലവിയും MCC അബ്ദുറഹ്മാൻ മൗലവി. അവരുടെ പുസ്തകത്തില് 1923 ഇറക്കിയ പുസ്തകത്തില് തറാവീഹിനെ കുറിച്ച് പറയുന്നത് ഞാനൊന്ന് വായിക്കാം. തറാവീഹ് ഇതും ഇശാഇന് ശേഷമാണ്, പക്ഷേ റമദാനിൽ മാത്രമേ ഉള്ളൂ. ഇത് 20 റക്അത്തുണ്ട്. എല്ലാ 2 റക്അത്തിലും സലാം വാജിബാണ്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒന്ന്, ഇത് റമദാനിൽ മാത്രമേ ഉള്ളൂ. മറ്റൊന്ന് 20 റക്അത്ത്. ഈ 2 വിഷയത്തിൽ വിവരിക്കുന്നില്ല, ഈ ആശയത്തോട് യോജിപ്പില്ല. ഏതായാലും 23 ഇറക്കിയ പുസ്തകത്തില് വ്യക്തമായിട്ട് എന്ത് പറഞ്ഞു? റമദാനിൽ മാത്രമാണ് 20 റക്അത്താണെന്ന് പറഞ്ഞു. 1938 പറഞ്ഞാൽ ഈ വിവാദം തുടങ്ങിയ കാലത്ത് ഈ പുസ്തകത്തിന്റെ 7ാമത്തെ പതിപ്പ് പുറത്തിറങ്ങി. ആ പതിപ്പില് ഈ റക്അത്തിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. വിത്തറിനെ കുറിച്ച് പറഞ്ഞു, തറാവീഹിനെ കുറിച്ച് പറഞ്ഞു. അതിന്റെ അതേ ഘടന ഇതിലുണ്ട്. പക്ഷെ ആ റക്അത്തിൽ ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. തറാവീഹ് ഇത് റമദാനിൽ മാത്രമേ ഉള്ളൂ. ഇതിന്റെ സമയം വിത്തറിന്റെ സമയം തന്നെയാണ്. എല്ലാ 2 റക്അത്തിലും സലാം വിട്ടണം. അപ്പൊ ആ സമയത്ത് അവർക്കിടയിൽ തർക്കം ഉണ്ടായി. ആ തർക്കം വന്നപ്പം ഈ പുസ്തകത്തിൽ നിന്ന് അവരെന്താക്കി? എണ്ണം കളഞ്ഞു. അപ്പോഴും അവർക്ക് ആ സമയത്ത് തർക്കമില്ലാത്ത വിഷയമാണ് ഇത് റമദാനിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതിൽ അതൊന്നും തർക്കമില്ല. അത് പിന്നീട് തർക്കം വന്നതാണ്. ഓരോന്നും അങ്ങനെയാണല്ലോ. ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാരൻ ആരായിരുന്നു? വക്കം മൗലവിയാണല്ലോ. വക്കം മൗലവിയുടെ കാലത്ത് ഇങ്ങനത്തെ ഒരു ചർച്ച തന്നെയില്ല. വക്കം മൗലവിയുടെ ജീവിതത്തില് തറാവീഹ് 8 റക്അത്ത് എന്നുള്ളൊരു ചർച്ച നടന്നിട്ടില്ല.
ഈ വിഷയം തന്നെ അറിയാതെയാണ് അയാൾ മരണപ്പെട്ടത്. അയാൾ 31, 32 അങ്ങനെ മരണപ്പെട്ടിട്ടുണ്ടല്ലോ. ഏതായാലും പിന്നീട് ഓരോരുത്തർ വരുന്നതിനനുസരിച്ച് അവരവരുടെ മണ്ടയിൽ തോന്നുന്നത് മതമായി പറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പിൽക്കാലത്ത് വരും, ഇപ്പം വിവാദങ്ങൾ ഒരുപാട് കൂടിയല്ലോ. 1938 ഈ പുസ്തകത്തിൽ നിന്നും ഈ ആശയം എടുത്തുമാറ്റി. പിന്നീട് മഹല്ലുകളിലൊക്കെ ഇത് നടപ്പിൽ വരുത്താൻ തുടങ്ങി. 1940-കൾക്ക് ശേഷം കൊല്ലം ജില്ലയിലെ ചിന്നക്കട എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, ആ റെയിൽവേ സ്റ്റേഷന് അടുത്താണ്. ആ പള്ളിയില് വഹാബി ആശയക്കാർക്ക് ഭരണം കിട്ടിയപ്പോൾ അവിടെ നടപ്പാക്കിയ ചില കാര്യങ്ങളുണ്ട്. വക്കം മൗലവിയുടെ ചരിത്രം പറയുന്ന പുസ്തകത്തിൽ ഈ വിഷയമുണ്ട്. അതില് അവിടെ കൊണ്ടുവന്ന പരിഷ്കരണത്തിൽ 2 എണ്ണമാണ് അവർ പറയുന്നത്. ഒന്ന് ഖുതുബ മലയാളത്തിലാക്കിയിരുന്നു, മറ്റൊന്ന് തറാവീഹ് 8 റക്അത്താക്കി ചുരുക്കി നമസ്കരിക്കുക എന്നുള്ളത് അവർ കൊണ്ടുവന്ന ഒരു പരിഷ്കരണം. പക്ഷെ ആ നാട്ടിലുള്ള സുന്നി പ്രവർത്തകര് അതിന് സമ്മതിച്ചില്ല എന്നും അവരത് ഇടപെട്ട് നിർത്തൽ ചെയ്തു എന്നും അവരുടെ ചരിത്രത്തിലുണ്ട്. ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവര് മഹല്ലുകളിൽ നടപ്പാക്കാൻ വേണ്ടി ശ്രമിച്ചു. 8 റക്അത്ത് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചു. MT അബ്ദുറഹ്മാൻ മൗലവി എന്ന് പറയുന്ന ഒരാളുണ്ട്, മുജാഹിദിന്റെ നേതാവാണ്, വായക്കാട്ടുകാരൻ. അദ്ദേഹം കോഴിക്കോട് ജില്ലയിലെ പാലത്ത് എന്ന പ്രദേശത്ത് ജോലി ഏൽക്കുകയും അവിടെ ഖുതുബ മലയാളത്തിലാക്കുകയും തറാവീഹ് 8 റക്അത്താക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. വിചിന്തനം KNMന്റെ വാരികയാണ്, 2024 സെപ്റ്റംബർ 6. ഇതിന്റെ 29ാമത്തെ പേജിൽ പറയാണ്, തന്റെ ആദർശപ്രകാരം എന്ന് പറഞ്ഞാൽ MT മൗലവിയുടെ ആദർശപ്രകാരം മലയാളത്തിൽ ഖുതുബയും റമളാനിൽ 8 റക്അത്ത് തറാവീഹും നടപ്പിൽ വരുത്തി. അപ്പൊ ഈ MCC അഹമ്മദ് മൗലവിയുടെ വാദത്തിന് പിന്നീട് പിന്തുടർച്ച ഉണ്ടാകുകയും മഹല്ലുകളിലൊക്കെ ഈ 8 റക്അത്ത് നടപ്പിലാക്കുകയും ചെയ്തു. ഇപ്പോഴും പഴയ മൗലവിമാരോട് അല്ലെങ്കിൽ പഴയ മുജാഹിദുകളോട് ചോദിച്ചാൽ തറാവി എത്ര എന്ന് ചോദിച്ചാൽ അവർ പറയാ 8 എന്നാണ്. കാരണം 8-നായിരുന്നു അന്ന് സ്വീകാര്യത ഉണ്ടായിരുന്നത്. അതിനിടക്ക് 1944 പറവണ്ണ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ, നമ്മുടെ സമസ്തയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന പറവണ്ണ ഉസ്താദ് ഈ വിഷയത്തിൽ കൊടിയത്തൂർ വെച്ചൊരു സംവാദം നടത്തിയിരുന്നു. അന്ന് കണ്ണിയത്ത് ഉസ്താദും പറവണ്ണ ഉസ്താദും നമ്മുടെ സുന്നി പക്ഷത്തും മുജാഹിദ് പക്ഷത്ത് നിന്ന് പറപ്പൂര് അബ്ദുറഹ്മാൻ മൗലവിയും അതുപോലെ MCC മൗലവിയായിരുന്നു ഉണ്ടായിരുന്നത്. ആ വിഷയത്തിലൊക്കെ ഈ സംവാദത്തിന്റെ ഘട്ടത്തിലേക്ക് അവർ വരുമ്പോൾ, അതുപോലെ 1969 താനാളൂർ വെച്ച് സംവാദം നടന്നിട്ടുണ്ട്. EK ഹസൻ മുസ്ലിയാരും AP അബ്ദുൽ ഖാദർ മൗലവിയായിരുന്നു അന്ന് സംവാദം നടത്തിയത്. ആ സമയത്തൊക്കെ ഇവർ ചെയ്തത് എന്ന് പറഞ്ഞാല് വിത്ർ നിസ്കാരവും തറാവി നിസ്കാരവും ഒന്നാണ് എന്ന് വാദിക്കും. അത് രണ്ടും ഒന്നാണ്. എന്നിട്ട് ഈ 11 റക്അത്ത് വിത്ർ 11 റക്അത്താണല്ലോ, അതിൽ നമുക്കും തർക്കമില്ലല്ലോ, അതിന്റെ ഹദീസ് എടുത്തിട്ട് രേഖയാക്കി കൊണ്ടുവരും. അങ്ങനെ സംവാദങ്ങളുടെ തുമ്പില്ലാണ്ടാക്കുന്ന ഒരു രൂപമായിരുന്നു ഇവർ ചെയ്തത്. എന്നാൽ സംവാദ സമയത്തെ 11 പറയുള്ളൂ, നാട്ടിലേക്ക് ഇറങ്ങിയാലോ 8 റക്അത്ത് തന്നെയാണ്. കാരണം MT അബ്ദുറഹ്മാൻ മൗലവി 8 റക്അത്ത് നിസ്കരിച്ചു എന്ന് പഴയ കാലത്ത് എഴുതി വെക്കുന്നല്ല, 2024 സെപ്റ്റംബർ മാസത്തെ വിചിന്തനത്തിലാണുള്ളത്. 8 റക്അത്താണ് നടപ്പിലാക്കിയത്. അപ്പോൾ സംവാദങ്ങളൊക്കെ ഒരു വഴിക്ക് നടക്കുന്നു. ആ സമയത്ത് വിത്റും തഹജ്ജുദും ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിത്റിന്റെ തെളിവ് ഉദ്ധരിക്കുന്നു. പക്ഷെ നാട്ടിലേക്ക് വരുമ്പം റമളാനിൽ തറാവീഹ് നിസ്കാരം 8 റക്അത്തായി നിസ്കരിക്കും. അങ്ങനെ 1996 കാലത്ത് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ഒരു നോട്ടീസ് ഇറക്കിയിരുന്നു. ആ നോട്ടീസിന്റെ തലവാചകം തന്നെ 10 കോടി ഇനാം എന്നാണ്. 5 ചോദ്യങ്ങളായിരുന്നു അതുണ്ടായിരുന്നത്. ആ 5 ചോദ്യങ്ങളിൽ ഒന്നാമത്തെ ചോദ്യം തറാവീഹ് 8 റക്അത്താണ് എന്നതിന് ആധികാരികമായി എന്തെങ്കിലും തെളിവ് നൽകിയാൽ. അപ്പോൾ ആ കാലത്ത് 8 റക്അത്താണ് വ്യാപകമായിട്ടുള്ളത്, അതുകൊണ്ടാണ് ചോദ്യം അങ്ങനെ വന്നതും. ഈ ചോദ്യത്തിന്റെ മറുപടിയിൽ മൗലവിമാര് ഞങ്ങൾക്ക് 8 അല്ല ഞങ്ങളെ വാദം, ഞങ്ങൾ 11ന്റെ ആളുകളാണ് എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് ഈ 8 റക്അത്ത് ഞങ്ങൾക്ക് തെളിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്
അവർ മറുപടി എഴുതിയത്. സ്ഥിരപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു. ഈ 8 റക്അത്ത് സ്ഥിരപ്പെടുത്താനാണ് അവർ ശ്രമിക്കുന്നത്. അതിന്റെ തെളിവുകൾ പറഞ്ഞിട്ട് അൽ-ഇസ്ലാഹിൽ പറയുകയാണ്, 1996 സെപ്റ്റംബർ മാസത്തെ അൽ-ഇസ്ലാഹ് ഇതിൽ പറയുന്നത് നോക്കൂ. തറാവീഹ് എന്ന പേരിൽ ഇന്ന് നമസ്കരിക്കാറുള്ള റമദാനിലെ രാത്രി നമസ്കാരം 8 റക്അത്താണെന്നതിന് മുജാഹിദുകൾക്ക് മുകളിൽ പറഞ്ഞ തെളിവുകൾ മതി. അപ്പൊ 8 റക്അത്താണ്, ഞങ്ങൾക്ക് ഈ തെളിവുകളൊക്കെ മതി എന്ന് അന്ന് സമ്മതിക്കുകയും കോടി ആവശ്യപ്പെടുകയും ചെയ്തു. ഇത് 2 അൽ-ഇസ്ലാഹുകളിൽ മറുപടി വന്നിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഉസ്താദിന്റെ 5 ചോദ്യങ്ങളാണെന്നുണ്ടായിരുന്നത്. ഈ 5 ചോദ്യങ്ങളിൽ 2 ചോദ്യങ്ങൾ പോലും തള്ളിക്കളഞ്ഞു. 3 ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു. ആ 3 മറുപടിയും ഇപ്പോൾ അവർ പിൻവലിച്ചിട്ടാണുള്ളത്. അപ്പൊ ഈ ചോദ്യങ്ങൾ ഇന്നും എന്താക്കുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട്. അവർക്ക് മറുപടി പറയാൻ സാധിച്ചിട്ടില്ല. അപ്പൊ 8 റക്അത്ത് അവര് സ്ഥിരപ്പെടുത്താൻ വേണ്ടി ആ കാലങ്ങളിൽ അങ്ങനെ നടന്നു. പിന്നീട് ഈ 8-ന് അടിസ്ഥാനമില്ല എന്ന് പറഞ്ഞു. 8-ന് അടിസ്ഥാനമില്ല, ഞങ്ങൾ 8-ന്റെ ആളുകളെ അല്ല എന്ന് പച്ചയായി അത് നിഷേധിക്കുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത്. ജബ്ബാർ മൗലവി, അബ്ദുൽ ജബ്ബാർ മൗലവി അയാളുടെ പുസ്തകത്തിൽ പറയാണ്, അഹ്ലുസുന്ന ആദർശവും ആചാരവും എന്ന പുസ്തകത്തിൽ അയാൾ പറയാണ്, എൻ്റെ 100-ാമത്തെ പേജ്, കേരളത്തിലെ ഇസ്ലാഹികളെ കുറിച്ച് അവർ 8 റക്അത്തുകാരാണെന്ന വാദം നുണപ്രചാരമാണെന്ന് ഇവിടെ പ്രത്യേകം ഉണർത്തുന്നു. അപ്പൊ നിങ്ങൾ നോക്ക്, വളരെ വ്യക്തമായിട്ട് പറയാണ് 8 റക്അത്തുകാരാണെന്ന വാദം നുണയാണ്. എന്നാൽ ഈ കഴിഞ്ഞ കാലം 2024 വിചിന്തനത്തിൽ അവരെഴുതിയത് MT അബ്ദുറഹ്മാൻ മൗലവി പാലത്ത് എന്ന സ്ഥലത്ത് 8 റക്അത്ത് നടപ്പിലാക്കി എന്നാണ്. ഞാൻ ഒന്നുകൂടി വായിക്കാം. തൻ്റെ ആദർശപ്രകാരം മലയാളത്തിൽ ഖുതുബയും റമദാനിൽ 8 റക്അത്ത് തറാവീഹും നടപ്പിൽ വരുത്തി. അപ്പൊ ഇതെങ്ങനെയാണ് നുണയാകുന്നത്? അപ്പൊ ഇത് നുണയാണ് എന്ന് കരുന്നുണ എന്തൊക്കെയാണ് പറയാണ്. അപ്പൊ ഓരോ കാലത്ത് അവരവർക്ക് തോന്നുന്ന റൂട്ടിൽ ഇങ്ങനെ കൊണ്ടുപോകാണ്. ഒരടിസ്ഥാനവും ഈ വിഷയത്തിൽ ഇല്ല. അങ്ങനെ വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞു. തറാവീഹിന്റെ വിഷയത്തില് മൗലവിമാര് വലിയ ഒരു മാറ്റം തന്നെ വരുത്തി തുടങ്ങി. 2015 മുതലാണ് നമുക്ക് ആ മാറ്റം കാണുന്നത്. ഹുസൈൻ മടവൂര് തറാവീഹ് എത്രയും നിസ്കരിക്കാമെന്ന ഒരു അഭിപ്രായം അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടേ ഉള്ളൂ. അതിനെതിരെയാണ് ശക്തമായി ഇസ്ലാഹ് മാസികയിൽ ലേഖനം വന്നത്. ഞാൻ ഇപ്പൊ ഇതെന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ആശയം ഉണ്ടല്ലോ, ഏത് എത്രയും നിസ്കരിക്കാന്നുള്ള ആ ആശയത്തിലേക്ക് ഇപ്പൊ ഇസ്ലാമിന്റെ എല്ലാ ആളുകളും വന്നു. എന്ന് പറഞ്ഞാൽ ഹുസൈൻ മടവൂര് പറഞ്ഞ ആശയം അത് ആദർശ വ്യതിയാനായിരുന്നു എന്ന് പറയുകയും വാദിക്കുകയും ചെയ്ത ആളുകൾ ആ ആദർശ വ്യതിയാനം അങ്ങനെ തന്നെ സ്വീകരിക്കുകയാണ്. അങ്ങനെ തന്നെ ഏതോ നൂറ്റാണ്ടുകളിലല്ല, ഇത് പറയുന്നത് 2007 ഇപ്പൊ 2015 മുതല് ഇസ്ലാഹിന്റെ ആളുകൾ തന്നെ എന്ന് പറഞ്ഞാൽ ഹുസൈൻ മടവൂരിന് അന്ന് ആദർശ വ്യതിയാനം ഉണ്ട് എന്ന് പറഞ്ഞ ആളുകൾ ആരോപിച്ച ആ വിഷയം അവരെന്തൊക്കെയാണ് സ്വന്തം ആശയമായി സ്വീകരിക്കാൻ 2015 മുതല് ഈ ആശയത്തിലേക്ക് അവർ വന്നു. 2015 ജൂൺ മാസത്തില് ഇവര് സാധാരണ എഴുതുന്നത് പോലെ തന്നെ അവരെഴുതി തറാവീഹ് 11-ൽ കൂടുതൽ ബിദ്അത്താണ് എന്ന് എഴുതി. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. ഇബാദത്തുകളുടെ അടിസ്ഥാനം പ്രമാണങ്ങൾ നിശ്ചയിക്കുന്ന എണ്ണത്തിലും രൂപത്തിലും ഒതുങ്ങി നിൽക്കുക എന്നതാണത് കൊണ്ട് തന്നെ അതിൽ കൂടുതൽ വർദ്ധിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയോ സ്വഹാബത്തിന്റെയോ കാലഘട്ടത്തിൽ നിലവിലില്ലാത്ത ബിദ്അത്താകുന്നു. അപ്പൊ 11-ൽ കൂടുതൽ നിർവഹിക്കുക, എത്രയും നിർവഹിക്കുക എന്നുള്ളത് ബിദ്അത്താണ് എന്ന് 2015 ജൂൺ മാസത്തിൽ എഴുതി. എന്നാൽ അതേ വർഷം 2015 ഓഗസ്റ്റ് മാസത്തിൽ ഈ ആശയത്തിന് തിരുത്തവർ കൊടുത്തു. എന്ന് പറഞ്ഞാൽ ഈ 11-ൽ കൂടുതൽ ബിദ്അത്താണ് എന്ന ആശയം തെറ്റാണ്, അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞെഴുതി. ഈ ലേഖനത്തിന് ഒരു തിരുത്ത് എന്ന് പറഞ്ഞിട്ടൊരു പെട്ടിക്കുളത്തിൽ എഴുതാണ്. ജൂൺ ലക്കത്തിൽ 2015 ജൂൺ ലക്കത്തിൽ റമദാനിലെ ബിദ്അത്തുകൾ എന്ന ലേഖനത്തിൽ തറാവീഹിന്റെ എണ്ണം ചർച്ച ചെയ്ത ഭാഗത്ത് 11-ൽ കൂടുതൽ നമസ്കരിക്കുന്നത് ബിദ്അത്താണ് എന്ന രീതിയിലുള്ള പരാമർശം വന്നിട്ടുണ്ട്.
സുന്നത്തിൽ സ്ഥിരപ്പെട്ടത് 11 അതിൽ കൂടുതൽ നമസ്കരിക്കുന്നത് ബിദ്അത്താണ് എന്ന് സലഫുകൾ പറഞ്ഞിട്ടില്ല. സൂക്ഷ്മത കുറവ് മൂലം മേൽ പരാമർശം വന്നതിൽ ഖേദിക്കുന്നു. അപ്പൊ എവിടത്തേക്കാണ് ചായ്വ്? അപ്പൊ സലഫി പണ്ഡിതന്മാർ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ഹദീസിൽ 11 സ്ഥിരപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇത് ബിദ്അത്താണെന്ന് പറയാൻ പാടില്ല എന്ന് വന്നു. അപ്പൊ അവിടെ കുറെ മാറ്റങ്ങൾ വന്നു, ഒരുപാട് മാറ്റങ്ങൾ വഹാബികൾക്ക് അവിടെ വന്നു. അപ്പൊ ചുരുക്കി പറയാം, 11 കൂടുതൽ ബിദ്അത്താണ് എന്ന ആശയം 2015 മുതൽ അത് പിൻവലിച്ചു. മുജാഹിദിന്റെ ആശയം അനുസരിച്ച് അത് ബിദ്അത്ത് ആവേണ്ടതാണ്. കാരണം ഹദീസ് സ്ഥിരപ്പെട്ടത് അവർ പറയുന്ന 11 11 കൂടുതൽ ബിദ്അത്ത് ആകണല്ലോ. മാത്രമല്ല ഈ വിഷയത്തിൽ ഇതേ ആശയം എന്ന് പറഞ്ഞാൽ 11 കൂടുതൽ ബിദ്അത്തല്ല, എത്രയും ആവാം എന്ന ഒരു ആശയം വ്യക്തമായിട്ടില്ലെങ്കിലും അങ്ങനെ ഒരു ആശയം ഹുസൈൻ മടവൂരിന്റെ പുസ്തകത്തിൽ വരുമ്പോഴേക്കും ശക്തമായി എതിരിട്ട ആളുകള് അതേ പ്രസിദ്ധീകരണത്തിലാണ് എന്ത് എഴുതുന്നത്, ഈ ആശയം എഴുതുന്നത്. അപ്പൊ ഇത് ഇവിടെ നമ്മൾ വേറൊന്ന് മനസ്സിലാക്കേണ്ടത്, ഇതെല്ലാം വായിക്കുന്ന ഒരു ടീമുണ്ടല്ലോ, ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന ഒരു ടീമുണ്ടല്ലോ, ആ ടീമിന്റെ അവസ്ഥ എന്തായിരിക്കും? കുറെ കാലം 11 കൂടുതൽ നിസ്കരിക്കരുത് എന്ന് പറയാ, കുറെ കാലം 8 റക്അത്ത് മാത്രമേ നിസ്കരിക്കാവൂ എന്ന് പറയാ, ഇപ്പം പറയാ എത്രയും നിസ്കരിക്കാം, ഇതിനൊന്നും ഒരു കുഴപ്പമില്ല എന്ന് മാത്രമല്ല, പിന്നെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് 20 റക്അത്ത് നിസ്കരിച്ചു എന്നത് സ്ഥിരപ്പെട്ടതാണ് എന്ന് ഇമാമിങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഇവർ എഴുതാൻ തുടങ്ങി. ഇമാമിങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ഇവര് എഴുതാൻ തുടങ്ങി. 2018 മെയ് മാസത്തിൽ അവരുടെ ഇസ്ലാഹിന്റെ ഒരു ഭാഗം ഞാൻ വായിക്കാം. എത്രയും നിസ്കരിക്കാന്നാണ് ഇപ്പോഴുള്ള വാദം. രാത്രി നമസ്കാരം ഈരണ്ടാണ് എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഈരണ്ടായി എത്ര റക്അത്തും നിസ്കരിക്കാമെന്ന് സലഫി ഉലമാക്കളുടെ നിലപാട്. റക്അത്തുകളുടെ എണ്ണം ക്ലിപ്തമല്ലെന്നും നിസ്കരിക്കുന്നവന്റെ ഉത്സാഹത്തിനനുസരിച്ച് എത്ര റക്അത്തും ആവാമെന്നുമാണ് ഈ ഹദീസിന്റെ വ്യക്തമായ സൂചന എന്നാണ് ഉന്നതരായ പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പൊ ഇപ്പോഴത്തെ നിലപാട് എത്രയും ആവാം എന്നാണ്. അപ്പോ ഇപ്പൊ എത്ര മാറ്റങ്ങൾ വന്നു? തറാവീഹ് 20 റക്അത്താണ് എന്ന് തുടക്കത്തിൽ പഠിപ്പിച്ചു. 1935, 36 കാലങ്ങളിലൊക്കെ 20 പഠിപ്പിച്ചു. പിന്നീട് അത് 8 റക്അത്തിലേക്ക് വന്നു. പിന്നീട് സംവാദ രംഗങ്ങളിൽ അത് 11 എന്ന് വാദിക്കും, അല്ലാത്ത സമയത്ത് 8 തന്നെ വാദിക്കും. അങ്ങനെ 8ഉം 11ഉമായി തിരിച്ചും മറിച്ചും അവർ പ്രചരണം നടത്തി. ഇപ്പൊ അവസാനം എത്തി നിൽക്കുന്നത് എത്രയും ആകാം എന്ന് ഒരു വിഭാഗം. അത് പ്രഖ്യാപിച്ചത് സക്കരിയ സലാഹിയാണ്. അയാളത് പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്ലാഹിൽ എഴുതുന്ന ഒരു രംഗമുണ്ട്. മുജാഹിദ് സുഹൃത്തുക്കളോട് സ്നേഹപൂർവം എന്ന് പറഞ്ഞിട്ട് അയാൾ എഴുതാണ്, മുജാഹിദ് സംഘടനയിൽ പ്രവർത്തിച്ച നീണ്ട 30 വർഷങ്ങൾക്കിടയിൽ പലപ്പോഴും തറാവീഹിന്റെ വിഷയത്തിൽ 8ഉം 3ഉം 11 നബിചര്യ എന്നും അതിലപ്പുറമുള്ളത് നബിചര്യക്ക് വിരുദ്ധമാണെന്നും എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തയാളാണ് ഈ ലേഖകൻ. സക്കരിയ പറയാണ്, മുജാഹിദ് കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാളെന്ന നിലയിൽ 11ലധികം തറാവീഹിനെ കുറിച്ച് വളരെ വൈകിയാണ് കേൾക്കാൻ തുടങ്ങിയത് തന്നെ. അത് ഒരു കളവാണ്. കാരണം ഈ 30 കൊല്ലം അയാൾ പ്രസംഗിച്ചിടത്തൊക്കെ സുന്നികൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് 20 റക്അത്ത് നിസ്കരിച്ചു, സഹിയായ ഹദീസാണ് എന്ന് എല്ലാ സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. കാരണം സുന്നികൾക്ക് അന്നും ഇന്നും ഒരേ നിലപാടാണ്. സുന്നികൾക്ക് അന്നും 20 ഇന്നും 20, അതിലൊരു മാറ്റമില്ല. കാരണം മദ്ഹബ് സ്വീകരിക്കുന്നവരാണല്ലോ, ഇമാമിയങ്ങളെ സ്വീകരിച്ചുകൊണ്ടാണല്ലോ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്ക് തോന്നിയതുപോലെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. അപ്പൊ ഇയാൾ അത് കേട്ടിട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല. ഏതായാലും അയാൾ പറഞ്ഞു, എന്നാൽ തറാവീഹിന്റെ വിഷയത്തിൽ മുജാഹിദ് സംഘടനകൾ തുടർന്നു വരുന്ന കടുംപിടുത്ത നിലപാട് പൂർണ്ണമായും സലഫി നിലപാടിനോടൊപ്പമല്ലെന്ന തിരിച്ചറിവുണ്ടാവുകയും 1 വർഷം മുമ്പ് വാട്സപ്പിലൂടെ 6 ക്ലിപ്പുകൾ ഇറക്കി ഞാൻ എനിക്ക് മനസ്സിലായ കാര്യം ജനങ്ങളോട് തുറന്നു പറയുകയാണ് ചെയ്തത്. എന്നിട്ട് അയാൾ പറയാ, തറാവീഹ് വിഷയത്തിൽ ഈ ലേഖകൻ മുമ്പ് എഴുതിയ ലേഖനങ്ങളിലോ സംസാരങ്ങളിലോ സലഫുകളുടെ ലോക സലഫി ഉലമാക്കളുടെയും നിലപാടിന് വിരുദ്ധമായി വന്ന എൻ്റെ അഭിപ്രായങ്ങൾ ഇതോടെ ദുർബലപ്പെടുത്തുകയാണ്. ഏതഭിപ്രായം? 8 റക്അത്താണ് എന്ന അഭിപ്രായം, അല്ലെങ്കിൽ 11 റക്അത്തിൽ അപ്പുറം പോകാൻ പാടില്ല, ബിദ്അത്താണ് എന്ന അഭിപ്രായം അവിടെ ദുർബലപ്പെടാണ്. എന്നിട്ട് 2 ലേഖനങ്ങൾ അയാൾ എടുത്തുദ്ധരിച്ചിട്ട് പറയാ, ഈ 2 ലേഖനങ്ങളും ഈയുള്ളവൻ മുജാഹിദ് സംഘടനയിൽ ഉണ്ടായിരുന്ന സമയത്ത് സംഘടനയുടെ ആദർശമായി
എഴുതിയതാണ്. കൂടുതൽ പഠിച്ചപ്പോൾ അതിൽ പല തെറ്റുകളും ഉണ്ടായിരുന്നു എന്ന് ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. അതിനാൽ ആ 2 ലേഖനങ്ങളും ഈ ഉള്ളവൻ ഇതിനാൽ പിൻവലിക്കുകയാണ്. അങ്ങനെ ഈ ആശയത്തെ പിൻവലിച്ചിട്ടാണ് ആര് പോകുന്നത്? സക്കരിയ സലൈഹി. ഇപ്പം മൗലവിമാര് ഒക്കെ പറഞ്ഞു വെക്കുന്നത് ഈ ഒരു ആശയമാണ്, എത്രയും നിസ്കരിക്കാം. എന്നാൽ അതിലും ഒരു ഏകീകരണ സ്വഭാവം ഇല്ല. ഇപ്പൊ KNM പൂർണ്ണമായും ഈ ആശയത്തിലല്ല. KNM പറയുന്നത് 11 റക്അത്തിനപ്പുറം പോകാൻ പാടില്ല എന്ന് തന്നെയാണ്. അവിടെ അവർ പറയുന്നത് 4 മദ്ഹബിന്റെ ഇമാമുകൾക്കും തറാവീഹ് 20 റക്അത്തുണ്ട്. അത് ശരിയാണ്. പക്ഷേ ആ 4 മദ്ഹബിനെയും ഇവിടെ തള്ളണം എന്നാണ് അൽമനാറിൽ ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ഈ മാസത്തെ അൽമനാറിൽ പറഞ്ഞിട്ടുള്ളത് 2026 ഫെബ്രുവരി മാസത്തെ അൽമനാറിൽ പറഞ്ഞിരിക്കുന്നത് 4 മദ്ഹബുകളുടെയും നിലപാട് തള്ളപ്പെടേണ്ടതാണ്. അപ്പൊ 4 മദ്ഹബിന്റെ ഇമാമുകളും തറാവീഹ് 20-ൽ കുറഞ്ഞത് പഠിപ്പിച്ചിട്ടേ ഇല്ല. എല്ലാവർക്കും 20 ഉണ്ട്. അതുപോലെ ലോക മുസ്ലിമീങ്ങൾ എല്ലാവരും 20 റക്അത്തിന്റെ ആളുകളാണ്. കേരളത്തിൽ കുറഞ്ഞ ആളുകളാണ് ഈ വസ്വാസുകളൊക്കെ ഉണ്ടാക്കിയത്. അതിൽ ചില ആളുകൾ പെട്ടുപോവുകയും ചെയ്തു. അവരിപ്പോ ഖേദിക്കുന്നുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കുറഞ്ഞ കാലയളവിനുള്ളിൽ ഇത്രമാത്രം വൈരുദ്ധ്യങ്ങൾ, അതായത് തൗഹീദിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ അവർക്കുണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ ഈ തറാവീഹിന്റെ വിഷയത്തിലും അതുപോലെ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ പറയാനുണ്ടായ കാരണം എന്തായിരിക്കും? അതിൻ്റെ ഒരു പ്രധാന കാരണം ഇമാമിയങ്ങളെ തള്ളിയിട്ട് സ്വയം ഗവേഷണത്തിനിറങ്ങി. ഗവേഷണത്തിന് അർഹതയില്ലാത്ത ആള് ഗവേഷണത്തിനിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന മുസീബത്തുകളാണിതെല്ലാം. സുന്നികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അന്നും ഇന്നും ഒരേ ആശയമാണ്. അത് വിശ്വാസത്തിലായാലും കർമ്മത്തിലായാലും. കർമ്മകാര്യങ്ങളിൽ പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ആ അഭിപ്രായ വ്യത്യാസം നമുക്കുണ്ട് എന്നല്ലാതെ അടിസ്ഥാനപരമായ വിഷയത്തിലൊന്നും ഒരു തർക്കം ഉണ്ടാവില്ല. ഇമാമിയങ്ങൾ പറഞ്ഞ തീരുമാനം, ആ തീരുമാനത്തിന്റെ പിന്നാലെയാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞതൊക്കെ തെറ്റായിപ്പോയി, ഇപ്പം ഞങ്ങൾ പറയുന്നതാണ് ശരി എന്ന് പറയേണ്ട ഒരു സാഹചര്യം സുന്നികളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. നേരെ മറിച്ച് ഇമാമിയങ്ങളൊക്കെ തള്ളി, ഇമാമികളെ തള്ളണം എന്നാണല്ലോ ഈ വിഷയത്തിലും പറയുന്നത്. 4 മദ്ഹബിന്റെ ഇമാമികളെയും തള്ളുക എന്ന് പറഞ്ഞാൽ പിന്നെന്താണ് അവിടെ ബാക്കിയുള്ളത്? അപ്പൊ ഇമാമിയങ്ങളെ തള്ളുന്നത് കൊണ്ട് വിശ്വാസപരമായിട്ട് തന്നെ അവർക്ക് വലിയ അബദ്ധം വന്നു. ഇപ്പോ 3 ഗ്രൂപ്പുകളാണല്ലോ മെയിൻ ആയിട്ടുള്ളത്. ആ 3 ഗ്രൂപ്പിൽ 4 തൗഹീദ് ഉണ്ട്. KNMനൊരു തൗഹീദ് ഉണ്ട്, അതുപോലെ വിസ്ഡത്തിനൊരു തൗഹീദ് ഉണ്ട്, അതുപോലെ മടവൂർ വിഭാഗത്തിൽ സുല്ലമി വിഭാഗത്തിൽ 2 തൗഹീദ് ഉണ്ട്. അങ്ങനെ മൊത്തം 4 തൗഹീദ് ആ വിഭാഗത്തിൽ ഇപ്പോഴും ഉണ്ട്. വിശ്വാസ കാര്യത്തിലാണ് ഈ പറഞ്ഞത്. വിശ്വാസകാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം കൂടി ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ആ നിലക്ക് ഇവര് ആശയപരമായി ഭിന്നിച്ചു പോയത് അർഹതയില്ലാത്ത വിഷയത്തിൽ കൈയിട്ടത് കൊണ്ടാണ്. ഖുർആനും സുന്നത്തും പ്രമാണാണ് എന്നുള്ളതിൽ ആർക്കും തർക്കമില്ല. പക്ഷെ ആ പ്രമാണങ്ങൾ പണ്ഡിതന്മാരിലൂടെ നമ്മൾ മനസ്സിലാക്കി അവരെ ഫോളോ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോഴാണ് ശരിയായ റൂട്ടിൽ, മുസ്തഖീമായ റൂട്ടിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ.